സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തരമായ അനുഗ്രഹത്താൽ വീണ്ടും ഈ മജ്ലിസിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജ്ഞാനം പഠിക്കാൻ റബ്ബിൻ്റെ തൗഫീഖിനാൽ ഒരുമിച്ച് ചേരാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നയാൾക്കും കേൾക്കുന്നവർക്കും പിന്നീട് കേൾക്കുന്നവർക്കും എല്ലാം ഇത് പ്രയോജനപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യയിൽ ഇനി നമുക്ക് വായിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ കലാം അഥവാ അവൻ്റെ സംസാരം, പരിശുദ്ധ ഖുർആൻ എന്നിവയെ സംബന്ധിച്ച് എന്താണ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും അതിലെ പാഠങ്ങളുമാണ്. നിങ്ങളുടെ കൈകളിൽ ഇതിൻ്റെ കോപ്പിയുണ്ട് എങ്കിൽ, നമ്മൾ മുമ്പ് നൽകിയ കോപ്പിയുണ്ട് എങ്കിൽ അതിൻ്റെ 5-ാമത്തെ പേജിൽ അവസാനത്തെ പാരഗ്രാഫ് മുതൽ ശ്രദ്ധിക്കുക. വഖൗലു വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ ومن أصدق من الله قيلا وإذ قال الله يا عيسى ابن مريم. നോക്കൂ, ഇത് അള്ളാഹുവിൻ്റെ കലാം, അവൻ്റെ സംസാരം എന്ന വിഷയം വിവരിക്കാൻ, അത് മനസ്സിലാക്കാൻ ഷെയ്ഖുൽ ഇസ്ലാം ഉദ്ധരിച്ച ആയത്തുകളാണ്. 3 ആയത്തുകളുടെ ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം ഈ ഒരൊറ്റ വിഷയത്തിൽ ഒരുപാട് ആയത്തുകൾ ഈ കിതാബിൽ ഉദ്ധരിച്ചിരിക്കുന്നു. നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും, വാസിത്തിയ്യയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇത്രയധികം ആയത്തുകൾ മറ്റൊരു വിഷയത്തിന് കൊണ്ടുവന്നിട്ടില്ല. കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ സംസാരം, അവൻ്റെ വാക്ക്, അതുപോലെ പരിശുദ്ധ ഖുർആൻ, ഇത് സംബന്ധിച്ചുള്ള അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം വിവരിക്കാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ്യ റഹിമഹുല്ലാഹ് വാസിത്തിയ്യയിൽ ഏറ്റവും അധികം ആയത്തുകൾ ഉദ്ധരിച്ചത്. അത് വല്ലാഹു അലം മറ്റൊന്നും കൊണ്ടല്ല, കാരണം അത്രയധികം തെളിവുകൾ ഈ വിഷയത്തിലുണ്ട്. ആയിരക്കണക്കിന് തെളിവുകൾ. നമ്മുടെ റബ്ബ് സംസാരിക്കുന്നവനാണ്. അവൻ്റെ കലാം, അവൻ്റെ സംസാരം എന്നത് അവൻ്റെ ശ്രേഷ്ഠമായ വിശേഷണമാണ്. ഇതിനുള്ള തെളിവുകൾ അനേകമാണ്. അത് നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ പരിപൂർണതയ്ക്ക് യോജിക്കുന്ന വിശേഷണമാണത്. കാരണം സംസാരിക്കാതിരിക്കുക എന്നത് ന്യൂനതയാണ്, സംസാരിക്കുക എന്നതാണ് പൂർണ്ണത. അള്ളാഹുവിന് ഒരിക്കലും ന്യൂനതയുടെ വിശേഷണങ്ങൾ ഉണ്ടാവുകയില്ല. മറിച്ച് റബ്ബിൻ്റെ വിശേഷണങ്ങളെല്ലാം, അവൻ്റെ സിഫത്തുകളെല്ലാം പരിപൂർണതയുടെ, മഹത്വത്തിൻ്റെ വിശേഷണങ്ങളാണ്. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ ബിംബങ്ങളെക്കുറിച്ച് ചോദിച്ചത്, അഫലാ യറൗന, അവർ കാണുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? ആ ബിംബങ്ങൾ അല്ലാ യർജിഉ ഇലൈഹിം ഖൗല, അവരോടൊന്നും തിരിച്ചു പറയുന്നില്ല എന്ന്, അത് സംസാരിക്കുന്നില്ല എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ബിംബാരാധകരായ നാട്ടുകാർ അവരുടെ ഒരു ഉത്സവത്തിന് പോയ സമയത്ത് പോകാതെ നിൽക്കുകയും ബിംബങ്ങളെ തച്ചുടക്കുകയും ചെയ്ത കഥയുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ അവർക്ക് മുന്നിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ച ചോദ്യമുണ്ട്, മാ ലക്കും ലാ തൻതിഖൂൻ, എന്തേ നിങ്ങൾ സംസാരിക്കാത്തത്, എന്തേ മിണ്ടാത്തത്? മൂസ അലൈഹിസ്സലാമിൻ്റെ ജനത കാളക്കുട്ടി ആരാധിച്ചപ്പോൾ അതേക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, അതൊന്നും അവരോട് തിരിച്ചു പറയുന്നില്ല എന്നവർ കണ്ടില്ലേ? അപ്പോൾ മിണ്ടാതിരിക്കുക എന്നത് ന്യൂനതയാണ്, വിഗ്രഹങ്ങളുടെ ന്യൂനതയായി അള്ളാഹു എടുത്തു പറഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് ആ ന്യൂനത അള്ളാഹുവിന് പറയാൻ സാധിക്കുക? ഇല്ല. നമ്മുടെ റബ്ബ് സംസാരിക്കുന്നവനാണ്. അവൻ്റെ കലാം, അറ്റമില്ലാത്ത
അവൻ്റെ സംസാരം സുബ്ഹാനല്ലാഹ് അത് ചിന്തിച്ചാൽ ഏറെ വലുതാണ്, ഏറെ മഹത്വമുള്ളതാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സംസാരത്തിലൂടെയാണ് അവൻ സൃഷ്ടിക്കുന്നത്. അവൻ്റെ സംസാരത്തിലൂടെയാണ് അവൻ പടപ്പുകളെ സൃഷ്ടിക്കുന്നത്. ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അവൻ്റെ കാര്യം, അവൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ എന്ന് പറയുകയേ വേണ്ടൂ. അൻ യഖൂല, അതിനോട് പറയുകയാണ് അല്ലാഹു, കുൻ, അപ്പോൾ അതുണ്ടാകുന്നു. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത് അതാഉഹു കലാം, അവൻ നൽകാൻ എന്തേ വേണ്ടു, അവൻ പറയുകയേ വേണ്ടു. അല്ലാഹു അക്ബർ. അങ്ങനെയുള്ള റബ്ബിനോടാണ് നീ ചോദിക്കുന്നത്. അവൻ ഒരു കാര്യം നൽകണോ, എന്തേ വേണ്ടു, അവനത് പറയുകയേ വേണ്ടു, അത് സംഭവിക്കുകയായി. അതുകൊണ്ട് അല്ലാഹു റബ്ബാണ് എന്നത്, അവൻ സംസാരിക്കുന്നവനാണ് എന്നതുമായി എത്ര ബന്ധപ്പെട്ട് നിൽക്കുന്നു. സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ റുബൂബിയത്തിനെ ചോദ്യം ചെയ്യുകയാണ്. അല്ലാഹു സംസാരിക്കുന്നവനാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനക്കർഹനാണ്, ഇലാഹാണ്. ഇലാഹ് സംസാരിക്കുന്നവനായിരിക്കണം. സംസാരിക്കാത്തവർക്ക്, മിണ്ടാത്തവർക്ക് ഇലാഹാകാനുള്ള അർഹതയില്ല. ഇലാഹാകാനുള്ള അർഹതയില്ല. നോക്കൂ, അല്ലാഹുവിൻ്റെ കലാം അവൻ റബ്ബാണെന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. തീർന്നില്ല. അല്ലാഹുവിൻ്റെ കലാം അവൻ ഇലാഹാണ് എന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. തീർന്നില്ല. ഇസ്ലാമിലെ വിശ്വാസങ്ങളിൽ, നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അല്ലാഹുവിൻ്റെ റസൂലുകളിലുള്ള വിശ്വാസം, റിസാലത്തുകളിലുള്ള വിശ്വാസം. നബിമാർ അവരുടെ ജനങ്ങളോട് വന്ന് പറഞ്ഞ നബിമാരുടെ ദഅവത്ത് നമ്മൾ ആറ്റിക്കുറുക്കിയാൽ 3 കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും. നബിമാരുടെ മുഴുവൻ ദഅവ നിങ്ങൾ ഖുർആനിൽ എടുത്തു നോക്കൂ. അല്ലാഹുവിൻ്റെ നബിമാർ വന്നു, നൂഹ് നബി വന്ന്, ഹൂദ് നബി വന്ന്, സാലിഹ് നബി വന്ന്, ലൂത്ത് നബി വന്ന്, ശുഐബ് നബി വന്ന്, അലൈഹിം അസ്സലാത്തു വസ്സലാം. നബിമാരുടെ എല്ലാം ദഅവത്ത് ഖുർആനിൽ, സൂറത്ത് ഹൂദ് പോലെയുള്ള സൂറത്തുകളിൽ ഒരുപാട് നബിമാരുടെ ചരിത്രം പറഞ്ഞ സൂറത്തുകൾ നിങ്ങൾക്ക് കാണാം. ആ ഖുർആനിൽ ആയത്തുകളൊന്ന് ഉറ്റാലോചിച്ച് നോക്കൂ. 3 കാര്യങ്ങളാണ് അവരുടെ ദഅവത്ത് എന്ന് കാണാം. ഒന്ന് തൗഹീദ്, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. 2 ആഖിറത്ത്, പരലോകത്തിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം. 3-മത്തേത് റിസാലത്ത്, നബിമാരുള്ള വിശ്വാസം. നോക്ക്, ഈ കാര്യങ്ങളിലാണ് ജനങ്ങൾ അവരോട് എതിര് പറഞ്ഞത്. ജനങ്ങൾ അല്ലാഹു അല്ലാത്തവർ ആരാധിച്ചു, പിന്നെ പരലോകത്തെ നിഷേധിച്ചു. എല്ലായി മണ്ണായി കഴിഞ്ഞാൽ നമ്മൾ അല്ലാഹു പുനരുജ്ജീവിപ്പിക്കുകയോ എന്ന് ചോദിച്ചു മുശ്രിക്കുകൾ. പിന്നെയോ നബിമാരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലുകളാണ്, ഞങ്ങൾ അനുസരിക്കണം. അവർ തിരിച്ചു ചോദിച്ചു, ഒരു മനുഷ്യനായ റസൂലോ, ഒരു മനുഷ്യനായ റസൂലോ, ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് എന്നവർ പറഞ്ഞു. അപ്പോൾ നോക്കൂ, ഈ പ്രധാനപ്പെട്ട വിശ്വാസം, റിസാലത്തുകളിലുള്ള വിശ്വാസം, അല്ലാഹു നബിമാരെ മനുഷ്യർക്ക് നിയോഗിക്കുക എന്നത് മനുഷ്യന് ഭക്ഷണവും വെള്ളവും എത്ര ആവശ്യമുണ്ട് അതിനേക്കാൾ ആവശ്യമുള്ള കാര്യമാണ്. അല്ലാഹു നബിമാരെ അവരിലേക്ക് നിയോഗിക്കുക എന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ അന്തിമനാണ്. അല്ലാഹുവിൻ്റെ നബിമാർ, അവർ ആണ് അല്ലാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അതില്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾ ഇരുട്ടിലാണ്ടുപോയേനെ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു അതുപോലെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു ഭൂമിയിലേക്ക് നോക്കി, ഫമഖതഹും അജമഹും അറബഹും വഅജമഹും ഇല്ലാ ബഖായ മിൻ അഹ്ലിൽ കിതാബ്. നബിയെ നിയോഗിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഭൂലോകരിലേക്ക് നോക്കി, ഫമഖതഹും, അവരോട് മുഴുവൻ അള്ളാഹു കോപിച്ചു, അവർക്ക് മുഴുവൻ ലഭിച്ചു അള്ളാഹുവിൻ്റെ വെറുപ്പ്. അറബഹും വഅജമഹും, അറബികൾക്കും അനറബികൾക്കും, ഇല്ലാ ബഖായ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽ പഴയ ദീനിൽ ഈസാ നബി പഠിപ്പിച്ച ദീനിൽ ബാക്കി ഉണ്ടായിരുന്ന കുറച്ചാളുകൾക്കൊഴികെ. എന്നാൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചതോടെ അത് ആ പ്രകാശം ഭൂമി ഒന്നാകെ പരക്കുകയാണ്. യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. നബിയെ, താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു, സന്തോഷ വാർത്ത അറിയിക്കുന്ന, താക്കീത് നൽകുന്ന. ഇന്ന അർസൽനാക ഷാഹിദൻ, സാക്ഷിയായി. അത് ജനങ്ങൾക്കെല്ലാമുള്ള അള്ളാഹുവിൻ്റെ സാക്ഷിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
നബിമാർ അവരുടെ ദൗത്യം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതിനുള്ള സാക്ഷിയാണ്. നമുക്ക് നബി എത്തിച്ചു തന്നിട്ടുണ്ട് എന്നതിനുള്ള സാക്ഷിയാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി, അള്ളാഹുവിൻ്റെ അനുമതിയോടെ അവനിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകനായിക്കൊണ്ട്, സിറാജൻ മുനീറ, പ്രകാശിക്കുന്ന ഒരു വിളക്കായിക്കൊണ്ട്. മക്കയിൽ ആ തിരി തെളിഞ്ഞു, അതിൻ്റെ പ്രകാശം ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും വ്യാപിച്ചു. ജനങ്ങൾ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം കാരണമായി. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അള്ളാഹു മുഅ്മിനുകൾക്ക് വലിയ അനുഗ്രഹമാണ് ചൊരിഞ്ഞത്. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ ഉള്ള ഒരു റസൂലിനെ അള്ളാഹു നിയോഗിച്ചപ്പോൾ, സുബ്ഹാനല്ലാഹ്, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിച്ചം അത് സ്വീകരിക്കാത്തവനാണ് വഴികെട്ടവൻ, അത് സ്വീകരിച്ചവനോ അവൻ വിജയിച്ചു. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ النൂറ الذي ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു പറഞ്ഞു, ആരാണോ ആ നബിയിൽ വിശ്വസിച്ചത്, വഅസ്സറൂഹു വനസറൂഹു, ആ നബിയെ പിന്തുണച്ചത്, സഹായിച്ചത്, വത്തബഉ النൂറ الذي ഉൻസില മഅഹു, ആ നബിയോടൊപ്പം അവതരിപ്പിക്കപ്പെട്ട പ്രകാശത്തെ പിൻപറ്റിയത്, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവനാണ് വിജയികൾ. ഉമ്മിയായ ആ നബിയെ പിൻപറ്റിയവർ. നോക്കൂ, ഈ റിസാലത്തിനെ തള്ളിക്കളയലാണ് അള്ളാഹുവിൻ്റെ കലാമിനെ ആരെങ്കിലും നിഷേധിച്ചാൽ. കാരണം നബി എത്തിച്ചു തന്നത് അല്ല, അള്ളാഹുവിൻ്റെ നബിമാർ മുഴുവൻ എത്തിച്ചു തന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അള്ളാഹുവിൻ്റെ കലാമാണ്, അവൻ്റെ സംസാരമാണ്. അള്ളാഹു സംസാരിക്കുകയില്ലെങ്കിൽ എന്തില്ല? നബിമാരുടെ റിസാലത്തില്ല. നബിമാരുടെ റിസാലത്ത് പിന്നെ ഇല്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള, അതുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽ ഒന്നാണ് അള്ളാഹുവിൻ്റെ കലാമിലുള്ള വിശ്വാസം. ഇതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കലാമിനെ നിഷേധിച്ച കക്ഷികളെ, അള്ളാഹു സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞവരെ, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന അവരുടെ വാദം, അതിൻ്റെ പിന്നിലൊരു വിശ്വാസമുണ്ട്. എന്താണത്? അള്ളാഹു സംസാരിക്കുകയില്ല എന്നത്. അതുകൊണ്ടാണ് ഖുർആൻ സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ സംസാരമല്ല എന്നവർ പറഞ്ഞത്. അതിന് പിന്നിൽ അവരുടെ എന്ത് വിശ്വാസമുണ്ട്? അള്ളാഹു സംസാരിക്കുകയില്ല എന്നവരുടെ വിശ്വാസമുണ്ട്. മുഅ്തസില, ആ കക്ഷി, ആ ബാധയേറ്റിട്ടുള്ള കക്ഷികൾ, ഇത് പഴയ കാലത്ത് മൺമറഞ്ഞ ഒരു വിശ്വാസമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. മറിച്ച് ഇന്നും നിലവിലുള്ള വിശ്വാസമാണ്. മുഅ്തസിലത്ത് അത് നേർക്ക് നേരെ പറയും, അള്ളാഹു സംസാരിക്കുകയില്ല, അവന് സംസാരമില്ല. നോക്കൂ, ഇബാദികൾ ആ വിശ്വാസക്കാരാണ്. ഒരു അറബ് രാജ്യത്ത് അവർ അത്രയും വ്യാപകമായി ഉണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ റാഫിദികൾ, ഷിയകൾ ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമല്ല, സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്നവരും പറയുന്നവരുമാണ് ഇന്നും. നോക്കൂ, അശാരികൾ, നമ്മുടെ നാട്ടിലെ അശാരികൾ, അവർ ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ് എന്ന് പറയും. പക്ഷേ ഈ നമ്മൾ ഓതുന്ന ഈ 2 ചട്ടകൾക്ക് മുസ്ഹഫിനുള്ളിലുള്ള ഖുർആൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഒരാൾ നമ്മൾ ഓതിയാൽ, അത് കേട്ടാൽ, അത് നമ്മൾ മനഃപ്പാടമാക്കിയാൽ, അത് അള്ളാഹുവിൻ്റെ കലാമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ സംസാരത്തിൻ്റെ ഒരു പകർപ്പ് മാത്രമാണ് എന്നതാണ് അശരിയാക്കളുടെ വിശ്വാസം. അള്ളാഹുവിന് സംസാരമുണ്ടെന്ന് പറയും. പക്ഷെ ഫലത്തിൽ പറഞ്ഞു വന്ന് എന്താക്കും? ഒരാൾ ഖുർആൻ പാരായണം ചെയ്താൽ, അല്ലെങ്കിൽ ഒരാൾ ഓതുന്നത് നമ്മൾ കേട്ടാൽ, നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ, അത് എഴുതുമ്പോൾ, ആ ഖുർആൻ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണെന്ന് പറയാൻ കഴിയില്ല. അത് സംസാരത്തിൻ്റെ ഒരു പതിപ്പ്, ഒരു ഇബാറത്ത് അല്ലെങ്കിൽ ഹിക്കായത്ത് മാത്രമാണ് എന്നതാണ് അവരുടെ വാദം. ഇത് നോക്കൂ, ഫലത്തിൽ ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയാണെന്ന് പറയാനാണ്. ഫലത്തിൽ നേർക്കുനേരെ അവരങ്ങനെ പറയുകയില്ല, പറയുകയില്ല. ഇതിന് നല്ലൊരു ഉദാഹരണമാണ് കുറച്ച് കാലങ്ങൾക്ക് മുൻപ്, എനിക്ക് തോന്നുന്നു 1-2 വർഷങ്ങൾക്ക് മുൻപ്, നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, സമസ്തക്കാർക്കിടയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വളരെ അറിയപ്പെട്ട ഒരു ഹൈത്തമി, ഷുഐബ് അൽ ഹൈത്തമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മതനിഷേധികളുമായി സംവാദത്തിലൊക്കെ ഏർപ്പെട്ട ഒരാളാണ്. ആൾ പ്രസംഗിക്കുകയുണ്ടായി, എന്ത്
ജിബ്രീൽ അലൈഹിസ്സലാം, കേൾക്കണം നിങ്ങൾ, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുത്തത് എന്താണ്? അത് ഖുർആൻ അതിൻ്റെ ജിബ്രീലിൻ്റെ ഭാഷ്യമാണ്. ജിബ്രീലിൻ്റെ ഭാഷ്യമാണത്. ഞാനീ പറയുന്ന അതേ പദങ്ങൾ ആയിരിക്കണം എന്നല്ല അയാൾ ഉപയോഗിച്ചു, പക്ഷേ ഈ ആശയമാണ് ആൾ പറഞ്ഞത്. ഇത് ഈ വിശ്വാസം, ഈ അശാരി വിശ്വാസമാണ്. നോക്കൂ നിങ്ങൾ, ഈ പിഴച്ച വിശ്വാസവുമായി എങ്ങനെയാണ് ഒരാൾ നിരീശ്വരവാദികളെ, മതനിഷേധികളെ നേരിടുക? എങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് മതനിഷേധികളെ യഥാർത്ഥ രൂപത്തിൽ നേരിടാൻ സാധിക്കുക? സാധ്യമല്ല. മതനിഷേധികളും നിരീശ്വരവാദികളും മുസ്ലിമീങ്ങളിൽപ്പെട്ട ബിദ്അത്തിലകപ്പെട്ട ഒരാളും, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഹൈച്യമേ പോലെ ഒരാളും സംവാദത്തിൽ ഏർപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. മുസ്ലിമീങ്ങളിൽ പിഴവുകളുള്ള ആളുകൾ ഒരു മതനിഷേധിയും തമ്മിൽ സംവാദത്തിൽ ഏർപ്പെട്ടു എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. പൊതുവെ ഗാലിബൻ മതനിഷേധി പരാജയപ്പെട്ട് തോറ്റു തുന്നം പാടും. യാതൊരു സംശയമില്ല. എന്തുകൊണ്ടാണത്? കാരണം അവൻ്റെ ദീൻ യാതൊരു അടിത്തറയുമില്ലാത്ത ആബ്തലുൽ ബാത്തിൽ ഏറ്റവും വലിയ ബാത്തിലാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സ്വാഭാവികമാണ് ബിദ്അത്തുകൾ ഉണ്ട് എങ്കിലും ഹക്കിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം ഉള്ളവരാണല്ലോ മുസ്ലിമീങ്ങൾ. സംശയമില്ല, അവരിൽ ബിദ്അത്തുണ്ട് എങ്കിലും സംശയമില്ലല്ലോ കാര്യത്തിൽ. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം മതനിഷേധിയെ നേരിട്ടാൽ മതനിഷേധി പരാജയപ്പെടും. കാരണം നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ അവൻ്റെ ദീൻ പോലെ ബാത്തിലായ വേറെ ഇത് ദീനാണുള്ളത്. ഈ ആകാശഭൂമികൾക്ക്, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന് പറയുന്നതിനേക്കാൾ ഒരു വിഡിത്തം ദുനിയാവിൽ വേറില്ല. അപ്പോൾ അവരെ ഒരു മുബ്തദി, ഒരു ബിദ്അത്തുകാരൻ അവനുമായി സംവാദത്തിലോ വാദപ്രതിവാദത്തിലോ എതിരിട്ടാൽ അവനെ പരാജയപ്പെടുത്തും എന്നതിൽ സംശയമില്ല. പക്ഷേ ആ പരാജയപ്പെടുത്തൽ അത് അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാൾ പരാജയപ്പെടുത്തിയതുപോലെ ആവുകയില്ല. അവനവനെ നേരിട്ടാൽ അതാണ് യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ മുൻഗാമികളായ ആളുകളിൽ അതിന് ധാരാളം മാതൃകയും എത്രയോ കഥകളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, അതിനുമുമ്പ് ഇമാം അബു ഹനീഫ തുടങ്ങിയ മുൻഗാമികളായ പലരും നേർക്ക് നേരെയും അല്ലാതെയും എല്ലാം ആളുകളെ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, പറഞ്ഞു വന്നത്, ആൾ പറഞ്ഞു എന്ത് ജിബ്രീലിൻ്റെ ഭാഷ്യമാണ് എന്ന രൂപത്തിൽ. തെറ്റായ വിശ്വാസമാണ്. അശ്അരിയാക്കളുടെ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന വിശ്വാസത്തിലെ ഗുരുതരമായ പാളിച്ചാണ് അത് അറിയിക്കുന്നത്. അവരുടെ വാദം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംസാരം എന്നാൽ അത് കലാമുൻ നഫ്സി, അള്ളാഹുവിലുള്ള സംസാരം, അള്ളാഹുവിൽ ഉള്ള ഒരു സംസാരം. അതല്ലാതെ നമ്മൾ ആ കലാം ഓതിയാൽ, അത് കേട്ടാൽ അതെന്തല്ല അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് പറയാൻ കഴിയില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതിയിട്ട് അശ്അരിയോട് ചോദിച്ചാൽ ഇത് അള്ളാഹുവിൻ്റെ കലാമാണോ എന്ന് ചോദിച്ചാൽ അവൻ പരസ്യമായി പറഞ്ഞില്ല എങ്കിലും അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് കലാമല്ല. സുബ്ഹാനല്ലാഹ്, അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാരിൽ പലരും, മുൻഗാമികളായ ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുക, അവരിൽ പലരും പറഞ്ഞതുപോലെ ഇത് ഇബ്നു കുല്ലാബ് എന്നു പേരുള്ള ഈ വാദം ആദ്യമായി കൊണ്ടുവന്ന ആൾക്ക് മുന്നേ ലോകത്ത് ഒരു മുസ്ലിമും പറഞ്ഞിട്ടില്ല. ഇമാം സിജ്സി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അല്ലൊരു കാഫറും പറഞ്ഞിട്ടില്ല. മുസ്ലിം മാത്രമല്ല, ഒരു കാഫർ പോലും പറഞ്ഞിട്ടില്ല. എന്ത് ഖുർആൻ അള്ളാഹിൻ്റെ കലാം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിൻ്റെ നഫ്സിലുള്ള ഒരു കലാം, അള്ളാഹുവിലുള്ള ഒരു കലാം. എന്നാൽ ഖുർആനോ അത് അതിൻ്റെ ഒരു പകർപ്പ്, ഒരു പതിപ്പ്. ഇത് തീർത്തും തെറ്റായ വാദമാണ്. അവർ പറയും എന്ത് ഖുർആൻ അള്ളാഹു റബ്ബുൽ ആലമീൻ മുകളിൽ നിന്ന് ഒന്നാം ആകാശത്തെ ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരിപ്പിച്ചു. ശരിയാണ്, ബൈത്തുൽ ഇസ്സയിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്. ജിബ്രീൽ അവിടെ നിന്ന് എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്ന് പറഞ്ഞു കൊടുത്തു. അതാണോ ശരി? അല്ല. അള്ളാഹു ഖുർആൻ ബൈത്തുൽ ഇസ്സയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അല്ല, അതിന് മുമ്പേ ലൗഹുൽ മഹ്ഫൂദിൽ എന്തുണ്ട്? ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ കൊണ്ടുവന്നത് എങ്ങനെയാണ്? ഖുർആൻ നമുക്കറിയാം 23 വർഷങ്ങളിൽ സാന്ദർഭികമായിട്ടാണ് ഖുർആൻ ഇറങ്ങിയത്, അല്ലേ? അലാ മുക്സിൻ,
സാന്ദർഭികമായി അല്പാൽപമായിട്ടാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. എങ്ങനെയാണ് ജിബ്രീൽ അത് ബൈത്തുൽ ഇസ്സയിൽ നിന്ന് നോക്കി വായിച്ചിട്ട് ജിബ്രീൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടാണോ? അല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കേട്ടു. ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് ആ ആയത്തുമായി ജിബ്രീൽ എവിടെ വരും? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതി കൊടുക്കും. റസൂൽ ഉമ്മത്തിന് ഓതി തന്നു. ഇങ്ങനെയാണ് ഖുർആൻ അവതരിച്ചത്. ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിലുണ്ട്, ശരിയാണ്. ബൈത്തുൽ ഇസ്സയിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷം ഖുർആൻ ഇറങ്ങിയത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഇത് രണ്ടും തമ്മിൽ എന്തില്ല? പരസ്പര വൈരുദ്ധ്യമില്ല. അതുണ്ടെങ്കിൽ ഇതെങ്ങനെയെന്ന് ചോദിക്കണ്ട, രണ്ടും ശരിയാണ്, രണ്ടും ശരിയാണ്. ഇതാണ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. നോക്കൂ, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഭാഗമാണ്. ഖുർആൻ മാത്രമാണ് അള്ളാഹിൻ്റെ കലാം? അല്ല, അള്ളാഹുവിൻ്റെ സംസാരം അത് അറ്റമില്ലാത്ത സംസാരമാണ്. അതിന് തുടക്കമില്ല, ഒടുക്കമില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന് തുടക്കവുമില്ല, ഒടുക്കവുമില്ല എന്നതും അവൻ്റെ സംസാരമാണ്. അതുകൊണ്ട് അതിന് അവസാനമില്ല. വലൗ അന്ന മാ ഫിൽ അർദി മിൻ ശജറത്തിൻ അഖ്ലാമുൻ والبحر يمده من بعده 7 أبحر ما نفذت كلمات الله إن الله عزيز حكيم. سورة لقمان الله പറഞ്ഞു ولو أن ما في الأرض من شجرة أقلام. ഭൂമിയിലുള്ള മരങ്ങളെല്ലാം പേനയാക്കിയാൽ, അതുപോലെ സമുദ്രത്തിലെ മഷി, അതിൻ്റെ കൂടെ 7 സമുദ്രം ചേർത്തു, സമുദ്രത്തിലെ വെള്ളമെല്ലാം മഷിയാക്കിയാൽ, എന്നിട്ട് അതുകൊണ്ട് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം എഴുതിയാൽ, അള്ളാഹുവിൻ്റെ കലാം സംസാരം അതുകൊണ്ട് എഴുതിയാൽ, അള്ളാഹുവിൻ്റെ കലാം ഖുർആൻ മാത്രമല്ല, അത് എഴുതിയാൽ മാ നഫിദത് കലിമാത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ വാക്കുകൾ അവസാനിക്കും. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം. അള്ളാഹു അസീസാണ്, ഏറ്റവും പ്രതാപമുള്ളവനാണ്. ഹക്കീമുൻ, അവൻ ഏറ്റവും യുക്തിയുള്ളവനാണ്. സൂറത്തുൽ ലുഖ്മാനിലെ ആയത്താണ്. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു എന്താണ് പറഞ്ഞത്? സൂറത്തുൽ കഹ്ഫിൽ അവസാന ഭാഗത്തായത് ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദ. കടലിലെ വെള്ളമെല്ലാം മഷിയാക്കിയാൽ, എൻ്റെ റബ്ബിൻ്റെ വാക്കുകൾ എഴുതാനുള്ള മഷിയാക്കിയാൽ, ലനഫിദൽ ബഹർ, കടലിലെ വെള്ളം തീരും, കടലിൽ വെള്ളം തീരും. ലനഫിദൽ ബഹ്റു ഖബ്ല അൻ എന്താണ്? ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദ. എൻ്റെ റബ്ബിൻ്റെ വാക്കുകൾ തീർന്നു പോവുകയില്ല. അത് തീരും മുന്നേ എന്ത് തീരും? കടലിലെ വെള്ളം തീരും. അള്ളാഹുവിൻ്റെ വാക്ക് തീരുകയില്ല. കാരണം കടലിലെ വെള്ളം, സമുദ്രത്തിലെ വെള്ളം അതെത്ര അധികമുണ്ട് എങ്കിലും അത് മഹ്സൂറാണ്. അതിനൊരു കണക്കുണ്ട്. അത് അള്ളാഹിൻ്റെ പടപ്പാണ്. അതിനൊരു കണക്കുണ്ട്, ഒരു അറ്റമുണ്ട്. എന്നാൽ അള്ളാഹിൻ്റെ വാക്കിനോ അറ്റമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നേരത്തെ സംസാരിക്കുന്നവനാണ്. പിന്നെയോ അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ സംസാരിക്കും, ഉദ്ദേശിക്കുന്നത് പോലെ സംസാരിക്കും, ഉദ്ദേശിക്കുന്നവരോട് സംസാരിക്കും. അവൻ മുമ്പേ സംസാരിക്കുന്നവനാണ്. അവന് മുമ്പ് അവൻ സംസാരിക്കാൻ ആയിരിക്കുക, എന്നിട്ട് അവൻ പിന്നെ സംസാരിക്കുക അല്ല, അവൻ നേരത്തെ സംസാരിക്കുന്നവനാണ്. കലാം അവൻ്റെ ആദ്യമേ ഉള്ള വിശേഷണമാണ്. ഖദീമുൻ നൗഅ്. എന്നാൽ ഹാദിസുൽ ആഹാദ്, ഉദ്ദേശിക്കുമ്പോൾ അവൻ സംസാരിക്കും. അവൻ ആദം അലൈഹിസ്സലാമിനോട് സംസാരിച്ചിട്ടുണ്ട്, അതിനുമുമ്പ് മലക്കുകളോട് സംസാരിച്ചിട്ടുണ്ട്, മൂസ അലൈഹിസ്സലാമിനോട് സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചിട്ടുണ്ട്, ഇബ്ലീസിനോട് അവൻ സംസാരിച്ചിട്ടുണ്ട്. നാളെ പരലോകത്ത് സ്വർഗവാസികളോട് അവൻ സംസാരിക്കും, നരകവാസികളോട് സംസാരിക്കും. അള്ളാഹുവിൻ്റെ സംസാരത്തിന് അറ്റമില്ല. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ. അള്ളാഹു തൗറാത്ത് സംസാരിച്ചു. ഏത് ഭാഷയിലാണ് തൗറാത്ത്? ഹീബ്രു ഭാഷയിലാണ്. അള്ളാഹു ഖുർആൻ സംസാരിച്ചു. ഖുർആൻ ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണ്. ഉദ്ദേശിക്കുന്നത് പോലെ അവൻ ഉദ്ദേശിക്കുന്നവരോട് സംസാരിക്കും. കലാം, അവൻ്റെ കലാം അവൻ്റെ വിശേഷണമാണ്. അവൻ്റെ വിശേഷണം അവൻ്റെ സൃഷ്ടിയല്ല, അവൻ്റെ സൃഷ്ടിയല്ല, മറിച്ച് അവൻ്റെ സംസാരം അവൻ്റെ വിശേഷണമാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ കലാം. അതേക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം. റബ്ബിൻ്റെ കലാം അത് അവൻ ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കുന്നതാണ്. അത് അറ്റമില്ലാത്തതാണ്. അതിൻ്റെ ഭാഗമാണ് ഖുർആൻ. ആ സംസാരത്തിൽ പെട്ടതാണ് ഖുർആൻ. തൗറാത്ത് അള്ളാഹുവിൻ്റെ സംസാരമാണ്, ഇഞ്ചീൽ അള്ളാഹുവിൻ്റെ സംസാരമാണ്, സബൂർ അള്ളാഹുവിൻ്റെ സംസാരമാണ്. നോക്കൂ, അവൻ്റെ സംസാരം എന്ന് പറയുന്നത്
രണ്ട് ഇനമുണ്ട്. ഒന്ന് കലാമുൻ ഖദരി, കലാമുൻ കൗനി എന്നും പറയും അതിന്. രണ്ടാമത്തേത് കലാമുൻ ശർഈ. ഒന്ന് കലാമുൻ ഖദരി അല്ലെങ്കിൽ കലാമുൻ കൗനി, പ്രാപഞ്ചികമായ കാര്യങ്ങൾ ഉണ്ടാകുന്നത് അവൻ സംസാരിച്ചതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആയത്തിലുള്ളതുപോലെ. കലാമുൻ ശർഈ, മതപരമായ അവൻ്റെ കലാം. അതിന് ഉദാഹരണമാണ് ഖുർആനും തൗറാത്തും ഇൻജീലും സബൂറുമെല്ലാം. രണ്ടും അവൻ്റെ സംസാരത്തിൻ്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. ഇത് അനേകം ഖുർആനിൽ വന്നിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു എന്ന് എവിടെയെല്ലാം വന്നിട്ടുണ്ടോ അതെല്ലാം റബ്ബ് സംസാരിക്കുമെന്നതിനുള്ള തെളിവാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്, ഹദീസുകളിൽ വന്നിട്ടുള്ളത്, ഖുദ്സിയായ ഹദീസുകൾ. ഇതെല്ലാം അള്ളാഹുവിൻ്റെ സംസാരത്തിനുള്ള തെളിവുകളാണ്. നോക്കൂ, ഇതിലെ ആയത്തുകൾ ആദ്യം നോക്കി നമുക്ക് പിന്നെ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ടുള്ള ചില അടിസ്ഥാന പാഠങ്ങൾ പറയാം. ഒന്ന്, വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ, അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായ സംസാരം സംസാരിക്കുന്ന മറ്റാരുണ്ട്? വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസൻ. എന്താണ് ഹദീസിൻ്റെ അർത്ഥം? ഹദീസിൻ്റെ അർത്ഥം സംസാരം എന്നാണ്. ഭാഷയിൽ അതിൻ്റെ അർത്ഥമാണ് സംസാരം. മാത്രമല്ല അതിന് കലാമുൽ ജദീദ് എന്നർത്ഥമുണ്ട്, പുതിയ സംസാരം. ഹദീസിന് ഖദീമിൻ്റെ വിപരീതമായ ഹദീസ് ഉപയോഗിക്കാറുണ്ട്. ഖദീം പഴയത്, ഹദീസ് പുതിയത്. ഖദീം പഴയത്, അതുപോലെ ഹദീസ് പുതിയത്. ഭാഷയിൽ അർത്ഥത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ സംസാരം എന്നാൽ ചില പിഴച്ച കക്ഷികൾക്കൊരു വാദമുണ്ട്. എന്ത്? അള്ളാഹുവിൻ്റെ സംസാരം എന്നാൽ അത് ഖദീമു മാത്രമാണ്, ഖദീമു മാത്രം, നേരത്തെ പറഞ്ഞത് മാത്രം. എന്നാൽ അവൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അവൻ സംസാരിക്കും എന്ന് പറയാൻ പാടില്ല. അല്ല, അങ്ങനെയല്ല. അവൻ ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കും. നോക്കൂ, അടുത്തത് വമൻ അസ്ദഖു മിനല്ലാഹി ഖീല. അതും ഇതേ അർത്ഥമാണ്. അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായ സംസാരം മറ്റാർക്കുണ്ട്? അപ്പോൾ നോക്കൂ, ഹദീസ് എന്ന് അള്ളാഹുവിൻ്റെ സംസാരത്തെക്കുറിച്ച് ഖുർആനിൽ വന്നിട്ടുണ്ട്, ഖൗൽ എന്ന് വന്നിട്ടുണ്ട്. വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മറിയം, അള്ളാഹു പറഞ്ഞ സന്ദർഭം യാ ഈസ ഇബ്നു മറിയം, അത് അള്ളാഹ് ആരോട് സംസാരിച്ചതാണ്? ഈസ അലൈഹിസ്സലാമിനോട് സംസാരിച്ചതാണ്. ഖാല, ഖൗൽ അള്ളാഹുവിൻ്റെ സംസാരത്തെക്കുറിച്ച് ഖുർആനിൽ വന്നിട്ടുള്ള വാക്കാണ്. വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല, അള്ളാഹുവിൻ്റെ വാക്കുകൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. സിദ്ഖൻ വഅദ്ലൻ, സത്യസന്ധത കൊണ്ടും നീതി കൊണ്ടും. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ സംസാരം സത്യസന്ധത കൊണ്ടും നീതി കൊണ്ടും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. സിദ്ഖാണ് അവൻ്റെ സംസാരം മുഴുവൻ. അവൻ പറഞ്ഞു തന്ന ഖബറുകൾ, വിവരങ്ങൾ മുഴുവൻ സത്യമാണ്. അവൻ വിധിച്ച വിധി മുഴുവൻ നീതിപൂർവകമാണ്. വകല്ലമ അല്ലാഹു മൂസ തക്ലീമ, അള്ളാഹു മൂസാ നബിയോടൊരു സംസാരം സംസാരിച്ചു. മൂസാ നബിയോട് അള്ളാഹു സംസാരം സംസാരിച്ചു. നോക്കൂ, എന്തുകൊണ്ടാണ്? അള്ളാഹു ധാരാളം പേരോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ മൂസ അലൈഹിസ്സലാമിനെ പ്രത്യേകമായി എന്തു പറയും? അള്ളാഹിൻ്റെ കലീമാണെന്ന്. അതെന്തുകൊണ്ടാണ്? മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു പ്രത്യേകമായി കലീമാണ് എന്ന്, അള്ളാഹുവിൻ്റെ കലീമായി അറിയപ്പെട്ടത്. അള്ളാഹു അതല്ലാത്ത നബിമാരോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ അള്ളാഹു സംസാരിച്ചവൻ്റെ പടപ്പുകൾ അനേകമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, വല്ലാഹു ആലം, അതിനുള്ള കാരണം ഇതായിരിക്കാം. മൂസാ നബി അങ്ങനെ പ്രത്യേകമായി അറിയപ്പെടാനുള്ള കാരണം ഭൂമിയിലായിരിക്കെ. മൂസ അലൈഹി ഇസ്ലാം എവിടെയാണുള്ളത്? ഭൂമിയിലാണ്. മൂസാ നബി ഭൂമിയിലായിരിക്കെ അള്ളാഹു മൂസാ നബിയോട് സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് പ്രത്യേകമായി മൂസാ നബി കലീമുല്ലാഹ് എന്ന് അറിയപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാം. വല്ലാഹു തആല ആലം. നിങ്ങൾ നോക്കൂ, അടുത്ത ആയത്ത് മിൻഹും മൻ കല്ലമല്ലാഹു വറഫഅ ബഅദഹും ദറജാത്ത്. നബിമാരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, അള്ളാഹു സംസാരിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ട്. വറഫഅ ബഅദഹും ദറജാത്ത്, അവരിൽ ചിലരുടെ പദവികൾ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു. അടുത്തത് വലമ്മ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു, മൂസാ നബി നാം നിശ്ചയിച്ച ആ സ്ഥലത്ത് നിശ്ചയിച്ച സമയത്ത് വന്നു. വകല്ലമഹു റബ്ബുഹു, മൂസാ നബിയുടെ റബ്ബ് സംസാരിച്ചു. അടുത്ത ആയത്ത് നോക്കൂ, വനാദൈനാഹു മിൻ ജാനിബി തൂറിൽ ഐമൻ വഖറബ്നാഹു നജിയ, മൂസാ നബിയെ നാം വിളിച്ചു ആ പർവ്വതത്തിൻ്റെ വലതുഭാഗത്ത്,
അഥവാ മൂസാ നബിയുടെ വലത്തായിട്ടായിരുന്നു ആ പർവ്വതം, തൂർ പർവ്വതം ആ സമയത്തുണ്ടായിരുന്നത്. വഖറബ്നാഹു, മൂസാ നബിയെ നാം അടുപ്പിച്ചു. നജിയൻ, നജി എന്നാൽ പതുക്കെയുള്ള സംസാരമാണ്. നിജാ എന്ന് പറയുന്നത് ഉറക്കെയുള്ള വിളിയാണ്. നിജാ എന്ന് പറയുന്നത് പതുക്കെയുള്ള സംസാരമാണ്. അപ്പോൾ നോക്കൂ, ഹദീസ്, ഖൗൽ, നിജാ ഇതൊക്കെ അള്ളാഹുവിൻ്റെ സംസാരത്തെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ പദങ്ങൾ കൊണ്ടൊക്കെ ഖുർആനിൽ. അതുപോലെ നോക്കൂ, വഇദ് നാദാ റബ്ബുക മൂസാ നബി അള്ളാഹു വിളിച്ച സന്ദർഭം, അനിഅ്തിൽ ഖൗമ ദ്ദാലിമീൻ, ആ അക്രമികളുടെ അരികിലേക്ക് ചെല്ലണം. ഇത് നോക്കൂ, വനാദാഹുമ റബ്ബുഹുമ, അവരെ രണ്ടുപേരെയും അള്ളാഹു വിളിച്ചു. ആരെയാണ്? ആദം നബിയെയും ഹവ്വാഇനെയും റളിയല്ലാഹു അൻഹ. അലം അൻഹകുമ, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും വിലക്കിയില്ല, അൻ തിൽകുമ ഷജറ, ആ മരത്തിൻ്റെ അടുത്ത് ചെല്ലരുത്, ആ മരത്തിൽ നിന്ന് തിന്നരുത്. വഖുൽ ലകുമ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഇന്ന ശൈത്താന ലകുമ അദുവ്വുൻ മുബീൻ, പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് എന്ന്. ഇനി നോക്കൂ, വയൗമ യുനാദിഹിം, ആ ദിവസം അള്ളാഹു അവരെ വിളിക്കും. ഫയഖൂലു, അള്ളാഹു അവരോട് ചോദിക്കും, ഐന ശുറകാഇ, എവിടെ എൻ്റെ പങ്കാളികൾ? അല്ലദീന കുൻതും തസ്ഉമൂൻ, നിങ്ങൾ വാദിച്ചിരുന്നില്ല എനിക്ക് പങ്കാളികളുണ്ടെന്ന്, അവരെവിടെ? എന്നാൽ അള്ളാഹു അവരെ വിളിക്കും. ഇത് എപ്പോഴാണ്? എപ്പോൾ നടക്കുന്നതാണ്? ഖിയാമത്ത് നാളിലെ സംഭവമാണ്. ഇതുവരെ പറഞ്ഞതോ കഴിഞ്ഞുപോയ സംഗതികളാണ്. അതിൽ എന്ത് മനസ്സിലാക്കാം? അള്ളാഹു അവൻ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നവരോട് സംസാരിക്കും. ഇനി നോക്കൂ, അതുപോലെ അള്ളാഹു പറഞ്ഞു, വയൗമ യുനാദിഹിം, അന്ത്യനാളിൽ അവരെ അള്ളാഹു വിളിക്കുന്ന സന്ദർഭം. ഫയഖൂൽ, അള്ളാഹു അവരോട് ചോദിക്കും, മാദാ അജബ്തുമുൽ മുർസലീൻ, എന്താണ് എൻ്റെ റസൂലുകൾക്ക് നിങ്ങൾ ഉത്തരം നൽകി, എൻ്റെ നബിമാരോട് നിങ്ങൾ പ്രതികരിച്ചത് എന്ത്? ഇതും എപ്പോൾ വിളിക്കുന്ന വിളിയാണ്? എപ്പോൾ വിളിക്കുന്നതാണ്? പരലോകത്ത് വിളിക്കുന്നതാണ്. പരലോകത്ത് വിളിക്കുന്നതാണ്. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല വിളിക്കുന്ന വിളിയാണ്. ഇനി നോക്കുക, ശ്രദ്ധിക്കുക. وإن أحد من المشركين استجارك فأجره حتى يسمع كلام الله. وإن أحد من المشركين, മുശ്രിക്കുകളിൽ ആരെങ്കിലും നബിയെ ഇസ്തജാറക, താങ്കളുടെ അടുത്ത് അഭയം തേടി വന്നാൽ, ഫഅജിരുഹു, അവന് നീ അഭയം കൊടുക്കുക. ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാം അവൻ കേൾക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യുക? അവന് അഭയം കൊടുക്കുക നബിയെ എന്ന് അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ്. അതിനുള്ള തെളിവാണ് ഈ ആയത്ത്, സൂറത്ത് തൗബയിലെ ആയത്ത്. മാത്രമല്ല, മുശ്രിക്ക് അള്ളാഹുവിൻ്റെ കലാം കേൾക്കുകയാണ്. ആരുടെ നാവിൽ നിന്നാണ് കേൾക്കുന്നത്? മുസ്ലിമീങ്ങളുടെ, മനുഷ്യരായ ആളുകളുടെ നാവിലൂടെയാണ് കേൾക്കുന്നത്. അതിലെ പാഠമാണ് അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹിൻ്റെ കലാമാണ്. അത് നീ ഓതിയാലും, നീ എഴുതി വെച്ചാലും, മനഃപ്പാടമാക്കിയാലും, കേട്ടാലും നീ കേൾക്കുന്നത് ആരുടെ കലാമാണ്? അള്ളാഹിൻ്റെ കലാമാണ് നീ കേൾക്കുന്നത്. കാരണം ഒരു സംസാരം അത് ഉദ്ധരിച്ചയാളുടേതല്ല, മറിച്ച് അത് ആദ്യം പറഞ്ഞതാരോ അവൻ്റേതാണ്. ഞാൻ പറയും, നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറയുകയാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഞാൻ ചോദിക്കട്ടെ, ഇത് ആരുടെ വാക്കാണ്? ഇതെൻ്റെ വാക്കാണോ? അല്ല, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഇതുപോലെ ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതിയാൽ അത് അവൻ്റെ വാക്കല്ല, മറിച്ച് ആരുടെ വാക്കാണ്? അള്ളാഹുവിൻ്റെ വാക്കാണ്. എന്താണ് തെളിവ്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, നബിയെ മുശ്രിക്ക് അഭയം തേടി വന്നാൽ അഭയം കൊടുക്കുക. അവർ അള്ളാഹിൻ്റെ കലാം കേൾക്കട്ടെ. അള്ളാഹിൻ്റെ കലാം അള്ളാഹു നേരിട്ട് പറയുന്നതല്ല അവൻ കേൾക്കുന്നത്, മറിച്ച് മുസ്ലിമീങ്ങൾ ഓതുന്നതാണ് കേൾക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കേട്ടാലും, നമ്മൾ എഴുതിയാലും, മനഃപ്പാടമാക്കിയാലും ഓതിയാലും, ഖുർആൻ നമ്മൾ എഴുതിയാലും മനഃപ്പാടമാക്കിയാലും കേട്ടാലും, പിന്നെയോ വായിച്ചാലും കേട്ടാലും എഴുതിയാലും മനഃപ്പാടമാക്കിയാലും, നമ്മൾ മനഃപ്പാടമാക്കുന്നത്, ഓതുന്നത്, കേൾക്കുന്നത്, എഴുതുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാമാണ്. എന്നാൽ ഞാൻ ഖുർആൻ ഓതുമ്പോൾ ഉള്ള എൻ്റെ ശബ്ദം അത് അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. ശബ്ദം അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. എൻ്റെ നാവ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ ഞാൻ ഓതുന്ന കാര്യമെന്തോ അത് അള്ളാഹിൻ്റെ കലാമാണ്. മുൻഗാമികൾ ഇതിന് മനോഹരമായ ഒരു വാക്ക് പറയുകയുണ്ടായി, അൽ ഖൗലു ഖൗലുൽ ബാരി വസ്സൗതു സൗതുൽ ഖാരി. അൽ ഖൗലു ഖൗലുൽ ബാരി, വാക്ക് ആരുടെ വാക്കാണ്?
ബാരി ആയ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വാക്ക്. വസൗത്തു സൗത്തുൽ ഖാര്, എന്നാൽ ശബ്ദം ആരുടെ ശബ്ദമാണ്? സൗത്തു അൽ ഖാര്, ഓതുന്ന ആളുടെ ശബ്ദമാണ്. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. മനസ്സിലായില്ലേ? അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ നീ ഓതുന്ന കാര്യം എന്താണോ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഇവിടെ നോക്കുക, ശരിയാക്കൾക്ക് ഗുരുതരമായ പിഴവ് സംഭവിച്ചു. അവർ പറഞ്ഞു നമ്മൾ ഓതുന്നത് അള്ളാഹിൻ്റെ കലാമല്ല, അതിൻ്റെ ഒരു പതിപ്പാണ്, ഹിക്കായത്ത്, ഇബാറത്ത് എന്നൊക്കെയാണ് അവരതിന് പറയുക. ഇത് ഗുരുതരമായ പിഴവാണ്. അവരാ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലാവും. ഒരു ഉദാഹരണം പറയാം. സംസാരിക്കാൻ അറിയാത്ത ഒരാൾ ഇവിടെ വന്നു നിന്ന് എന്നോട് ആംഗ്യഭാഷയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അയാൾ കാണിച്ചു തന്നു. ഞാനത് നിങ്ങളോട് പറയുകയാണ്. ഇയാൾ പറഞ്ഞത് ഇതാ ഇന്നതാണ്. ഇതുപോലെയാണ് സുബ്ഹാനല്ലാഹ് ഇവർ ഖുർആനെ കുറിച്ച് പറയുന്നത്. മനസ്സിലായില്ലേ? അവൻ്റെ ഉള്ളിലുള്ളതെന്തോ അത് ഞാൻ നിങ്ങൾക്ക് പ്രകടിപ്പിച്ചു തന്നു. ഇതുപോലെയാണ് സുബ്ഹാനല്ലാഹ് ഖുർആനെ കുറിച്ച് ഈ ആളുകളുടെ വാദം. ഖുർആൻ അള്ളാഹിൻ്റെ നഫ്സിലുള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അത് ഹിക്കായത്ത് ചെയ്തു, അത് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു പകർപ്പ് പറഞ്ഞു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് അശരിയാക്കളുടെ വാദം. സുബ്ഹാനല്ലാഹ്, ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നസ്രാനികൾ ഈസാ നബിയെക്കുറിച്ച് പറഞ്ഞതുപോലത്തെ വർത്തനാണത്. ഈസാ നബിയെക്കുറിച്ച് നസ്രാനികളോട് ചോദിച്ചു നോക്കും, മനുഷ്യനാണോ ദൈവമാണോ? എന്തു പറയും? അവരുടെ ഒരു പ്രത്യേകമായ വാക്കുണ്ടത്, ആളത്വത്തിൽ അങ്ങനെ ദൈവത്വത്തിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിശദീകരണമുണ്ടത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനുമല്ല ദൈവമല്ല, എന്നാൽ മനുഷ്യനുമാണ് ദൈവവുമാണ്. ഇതുപോലത്തെയാണ് ആ ശരിയാക്കേണ്ട വാദം. അള്ളാഹിൻ്റെ കലാമാണെന്ന് ചോദിച്ചാൽ കലാമാണ്. എന്നാൽ ഞാൻ ഓതുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാൻ ഓതുകയാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, എന്നിട്ട് അശാരിയോട് ചോദിക്കുന്നത് ഇത് അള്ളാഹിൻ്റെ കലാമാണെന്ന് ചോദിച്ചാൽ അല്ല, അതിൻ്റെ ഒരു ഹിക്കായത്ത്, ഒരു ഇബാറത്ത് മാത്രം. ഇത് നോക്കൂ, ഇബ്ൻ കുല്ലാബ് എന്ന് പറയുന്ന 3-ാം നൂറ്റാണ്ടിൽ വന്ന ഒരാൾ, അയാൾക്ക് മുൻപേ മറ്റൊരാൾ ഈ വാദം പറഞ്ഞിട്ടില്ല. അത് പിന്നെ അബുൽ ഹസൻ അൽ അശ്അരി പകർത്തുകയുണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് അശ്അരിയാക്കൾ അത് സ്വീകരിച്ചു, അത് കൊണ്ടു നടക്കുന്നു. തെറ്റാണ്. ഇത് അഹ്ലുസുന്നത്തിൻ്റെ വാദമല്ല, ഇത് സഹാബത്തിൻ്റെ വാദമല്ല, ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ലവരായ തലമുറകളുടെ വാദമല്ല ഇത്. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ ആയത്ത്, സൂറത്ത് തൗബയിൽ ആയത്ത് വ്യക്തമായ തെളിവാണ്. ഇനി നോക്കൂ, അടുത്ത് ഉദ്ധരിച്ച ആയത്ത് സൂറത്തുൽ ഫത്ഹിലെ ആയത്താണ്. യുരീദൂന അൻ യുബദ്ദിലു കലാമല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ കലാമ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു. ഖുൽ ലൻ തത്തബിഊന, പറയുക നബിയെ, നിങ്ങൾ ഞങ്ങളെ പിൻപറ്റുകയില്ല. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എളുപ്പത്തിൽ നേടിയെടുക്കാവുന്നൊരു യുദ്ധാർജിത സ്വത്ത് അതിന് നേരത്തെ ഒരു സൈനിക നീക്കത്തിന് വരാത്തവർക്ക് നൽകുകയില്ല എന്നത് അള്ളാഹുവിൻ്റെ വിധിയായിരുന്നു. അവരതിനെതിരെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർ അള്ളാഹിൻ്റെ കലാം മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാം മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി നോക്കൂ, അള്ളാഹു പറയുന്നു, വത്ലു മാ ഊഹിയ ഇലൈക്, ഓ നബിയെ, താങ്കൾക്ക് വഹീ നൽകപ്പെട്ടത് താങ്കൾ ഓതിക്കൊടുക്കുക. മിൻ കിതാബ് റബ്ബിക്, താങ്കളുടെ റബ്ബിൻ്റെ കിതാബിൽ നിന്ന്. ലാ മുബദ്ദില ലികലിമാതിഹി, അള്ളാഹുവിൻ്റെ കെലിമത്ത് മാറ്റാൻ ആരുമില്ല. അപ്പോൾ ഖുർആൻ കിതാബ് എന്ന് ആദ്യം പറഞ്ഞു, ആ ആയത്തിൽ തന്നെ എന്തു പറഞ്ഞു? അള്ളാഹിൻ്റെ കെലിമത്ത്, അള്ളാഹുവിൻ്റെ വാക്കുകൾ മാറ്റാൻ മറ്റാരുമില്ല എന്ന് പറയുകയുണ്ടായി. ഇനി നോക്കൂ, ഇന്ന ഹാദൽ ഖുർആന, ഈ ഖുർആൻ യഖുസ്സു അലാ ബനി ഇസ്രായീൽ, ഇസ്രായേലിയർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അക്സറല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ, അവർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ള കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഖുർആൻ ഇസ്രായേലിയർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഭാഗമാണ്, ഇസ്രായേലിയർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം നോക്കൂ, ഇങ്ങനെ ഒരു ശൈലി നമ്മുടെ മലയാളത്തിലൊക്കെ പൊതുവെ പറയാറുണ്ടല്ലോ, ഖുർആൻ പറയുന്നു, അങ്ങനെ ഒരു ശൈലി പറയാം. അള്ളാഹു പറയുന്നു നമ്മൾ പറയും, അതുപോലെ ഖുർആൻ പറയുന്നു എന്നൊരു ശൈലി പൊതുവെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അത് തെറ്റാണോ? ചിലരത് തെറ്റാണെന്ന് പറയാറുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. ആളുടെ വിശ്വാസം നേരെ ആയിരിക്കണം, പക്ഷെ ആ പ്രയോഗത്തിൽ തെറ്റില്ല. കാരണം ഖുർആനിൽ വന്ന ഈ പ്രയോഗത്തിന് സമാനമാണ്.
ഖുർആൻ അല്ലാഹു പറഞ്ഞത് ഇന്ന ഹാദൽ ഖുർആന യഖുസ്, ഈ ഖുർആൻ അവരോട് പറയുന്നു എന്നാണ്. അതൊരു പ്രയോഗം മാത്രമാണ്. അള്ളാഹിൻ്റെ സൃഷ്ടിയാണ് ഖുർആൻ എന്നൊന്നും അതിൽ വരുന്നില്ല. അള്ളാഹു പറഞ്ഞു എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ സമാനമായി മലയാളത്തിൽ എഴുത്തിലോ പ്രസംഗത്തിൽ ഖുർആൻ പറയുന്നു പണ്ടുകൊണ്ടേ പ്രയോഗിച്ചു വരുന്നൊരു പ്രയോഗമാണ്. ചില ആളുകൾ അത് തെറ്റാണെന്ന് പറയാറുണ്ട്. അല്ല, അതിൽ കുഴപ്പമില്ല. ഖുർആൻ വന്ന പ്രയോഗമാണത്. ഇന്ന ഹാദൽ ഖുർആന യഖുസ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഖുർആൻ അവരോട് പറയുന്നു. അല ബനി ഇസ്രായേലർക്ക് അള്ളാഹു ഖുർആൻ അവരോട് പറയുന്നു എന്നാണ്. ഇത് നോക്കൂ, വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ, ഇത് നാം അവതരിപ്പിച്ച മുബാറക്കായ ഗ്രന്ഥമാണ്. ഇത് നാം അവതരിപ്പിച്ച മുബാറക്കായ ഗ്രന്ഥമാണ്, അഥവാ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. ഇവിടെ നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അള്ളാഹിൻ്റെ കലാമിനെ കുറിച്ചുള്ള ആയത്തുകൾ ഉദ്ധരിച്ചതിന് ശേഷം പിന്നെ നേരെ ഖുർആനിനെ കുറിച്ചുള്ള ആയത്തുകളിലേക്ക് കടക്കുകയാണ്. കാരണം ഇത് രണ്ടും അടുത്തടുത്ത് നിൽക്കുന്ന ചേർന്ന വിശ്വാസമാണ്. ഈ ആയത്തുകൾ ഓതിയ ശേഷം പ്രധാനപ്പെട്ട അള്ളാഹിൻ്റെ കലാം എന്ന സിഫത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം, ശ്രദ്ധയോടിരിക്കുക. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, ഈ ഖുർആൻ എങ്ങാനും നാം ഒരു പർവ്വതത്തിനുമേൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ അത് പേടിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ പൊട്ടിപ്പിളരുന്നതായി നീ കണ്ടേരെ. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്നീ ആയത്തിനുണ്ട്. ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ്. ബലിഷ്ഠമായ ഒരു പർവ്വതത്തിനുമേൽ അത് അവതരിച്ചിരുന്നെങ്കിൽ പർവ്വതം പൊട്ടിപ്പിളരും. അല്ലാഹു അക്ബർ. ചില മുൻഗാമികൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ്. പക്ഷേ ഈ ഖുർആൻ അത് കൽബിലേക്ക് ഇറങ്ങിയിട്ട് കൽബിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എങ്കിൽ അവൻ്റെ കൽബ് അത്രയും കടുത്തുറച്ചു പോയിരിക്കുന്നു എന്നാണ്. പർവ്വതം ഇത് കേട്ടാൽ അതിൻ്റെ മേൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ പൊട്ടിപ്പിളരുമായിരുന്നു എന്നാണ്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം ബുഖാരിയിലും മറ്റും വന്നിട്ടൊരു ഹദീസിനെ കുറിച്ച് പറയുകയുണ്ടായി. എന്നാൽ ബുഖാരിയിലൊക്കെ വന്നിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഖുതുബ പറയുമ്പോൾ ആദ്യം ചാരി നിന്നിരുന്നത് ഒരു ഈത്തപ്പനത്തടിയുടെ മേലായിരുന്നു. അതിന്മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നി നിന്നിരുന്നു. ഒരു സ്ത്രീ, അവളുടെ കീഴിലൊരു ആശാരി ഉണ്ടായിരുന്നു. ആ സ്ത്രീയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ പണിക്കാരനെ കൊണ്ട് മിമ്പർ പണി കഴിപ്പിച്ചു കൊടുത്തത്. മരം കൊണ്ടുള്ള മിമ്പറായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പർ ഉണ്ടാക്കിയപ്പോൾ പിന്നെ മിമ്പറിൻ്റെ മുകളിൽ കയറി സംസാരിക്കാൻ തുടങ്ങി. നേരത്തെ ചാരി നിന്നിരുന്ന ഈത്തപ്പനത്തടി മസ്ജിദിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക്, അതിൻ്റെ മൂലയിലേക്ക് മാറ്റി. ലാ ഇലാഹ ഇല്ലല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കേൾക്കുകയാണ്. ഈ ഈത്തപ്പനത്തടി ചെറിയ കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദത്തിൽ ഏങ്ങി കരയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിനെ ആശ്വസിപ്പിച്ചു. അതിങ്ങനെ ഏങ്ങലടക്കി. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു സുബ്ഹാനല്ലാഹ്, മനുഷ്യ നീയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേൾക്കാൻ അതിനേക്കാൾ ആ മരക്കഷ്ടത്തെക്കാൾ താല്പര്യമുണ്ടാകേണ്ടിയിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേൾക്കാൻ കൊതിയുണ്ടാകേണ്ടിയിരുന്നത്, അതകന്നു പോയാൽ വേദനിക്കേണ്ടിയിരുന്നത് നീയാണ്. ഈ മരത്തടിയേക്കാൾ നീയാണ് അതിന് ഏറ്റവും അർഹതപ്പെട്ടവൻ എന്ന് ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, എത്ര സത്യമായ വാക്കാണ്. സൂറത്തു ഹശ്റിലെ ഈ ആയത്തിൻ്റെ തഫ്സീർ ഇബ്നു കസീർ ഹസൻ ബസ്രിയുടെ വാക്ക് ഉദ്ധരിച്ചതായി കാണാം. പർവ്വതത്തിന് മേൽ നാം ഖുർആൻ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഖുർആൻ പൊട്ടിപ്പിളരുമായിരുന്നു എന്ന്. ഖുർആൻ കേട്ടിട്ട് കൽബിലൊന്നും സംഭവിക്കുന്നില്ല, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എങ്കിൽ പിന്നെ നീ കരയേണ്ടത് കൽബിനെ ഓർത്തിട്ടാണ്. കാരണം കൽബിന് ഗുരുതരമായ കാഠിന്യം ബാധിച്ചിരിക്കുന്നു എന്നത്. നമ്മുടെ ഈമാൻ ഇടയ്ക്കിടെ പുതുക്കിക്കൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നൽ ഈമാന ല യഖ്ലഖു ഫി ജൗഫി അഹദികും കമാ യഖ്ലഖു സൗബ്, വസ്ത്രം നുരുമ്പി പോകുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ ഈമാൻ നുരുമ്പി പോകും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, കുപ്പായം നോക്കി ആദ്യം വാങ്ങിയ ആ നിറവും ആ തിളക്കവും ആ ബലവും ഒന്നും കാലം കഴിയുമ്പോൾ ഉണ്ടാവുകയില്ല. അതിൻ്റെ നിറം മങ്ങും, ബലം മങ്ങും, അതിങ്ങനെ പിന്നിപ്പോ. ഇതുപോലെ സുബ്ഹാനല്ലാഹ് നമ്മുടെ ഈമാനിന് സംഭവിക്കും. ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക, ഈമാൻ നിങ്ങളുടെ ഉള്ളിൽ പുതുക്കിത്തരാം. എന്തുവാണ് അതിന്? ഈമാൻ പുതുക്കാനുള്ള വഴി അന്വേഷിക്കണം. ഈമാൻ കേടുവരുന്ന വഴികളെ സൂക്ഷിക്കണം. ഈമാൻ പുതുക്കാനുള്ള വഴിയാണ് അറിവ് പഠിക്കുക, ഖുർആൻ കേൾക്കുക, പഠിക്കുക. കാരണം ഖുർആൻ അത് കേട്ടാൽ ഈമാൻ വർദ്ധിക്കും.
إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. ഖുർആൻ കേട്ടാൽ ഈമാൻ വർദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഈമാൻ കുറഞ്ഞു പോകുന്ന കാര്യങ്ങളെ സൂക്ഷിക്കുക. തിന്മകൾ ഈമാൻ കുറക്കും, നന്മകൾ ഈമാൻ കൂട്ടും. മോശം കൂട്ടുകെട്ടുകൾ, വൃത്തികേടുകൾ കാണുക, കേൾക്കുക, ഇതെല്ലാം ഈമാനിന് സാരമായ കേടുകൾ ഉണ്ടാക്കും. ഈമാൻ കുറഞ്ഞാൽ വളരെ ഗുരുതരമാണ് കാര്യമെന്ന് പറയുന്നു. അപ്പോൾ നോക്കൂ അടുത്ത ആയത്ത്, وإذا بدلنا آية مكان آية والله أعلم بما ينزل قالوا إنما أنت مفتر بل أكثرهم لا يعلمون. നാം ഒരു ആയത്തിന് പകരം മറ്റൊരായത്ത് കൊണ്ടുവന്നാൽ അള്ളാഹുവിനറിയാം അവൻ എന്താണ് അവതരിപ്പിക്കുന്നത് എന്ന്. അവർ പറയും, ഓ നബിയെ നീ കളവ് പറയുക. നബിയോട് അവർ പറയും, നീ കളവ് പറയുക. ബൽ അക്സറുഹും ലാ യഅലമൂൻ, എന്നാൽ അവർക്ക് അധിക പേർക്കും കാര്യം അറിയുകയില്ല. ശ്രദ്ധിക്കുക ബാക്കി, ഖുൽ നസ്സലഹു റൂഹുൽ ഖുദുസ് മിർ റബ്ബിക ബിൽ ഹഖ്. റൂഹുൽ ഖുദുസാണ് അഥവാ ജിബ്രീലാണ് നിന്റെ റബ്ബിങ്കിൽ നിന്ന് സത്യവുമായി യാഥാർത്ഥ്യവുമായി അതുമായി ഇറങ്ങിയത്. ലിയുസബ്ബിതല്ലദീന ആമനു വഹുദ വബുശ്റാ ലിൽ മുസ്ലിമീൻ. അത് മുഅ്മിനുകൾക്ക് അവരെ ഉറപ്പിച്ചു നിർത്താനുള്ളതാണ്, അവർക്ക് സന്മാർഗമാണ്, മുസ്ലിമീങ്ങൾക്ക് സന്തോഷ വാർത്തയാണ്, വിശ്വസിച്ചവരുടെ ഹൃദയം ഉറപ്പിച്ചു നിർത്താനുള്ളതാണ്. വലഖദ് നഅലമു അന്നഹും യഖൂലൂന ഇന്നമാ യുഅല്ലിമുഹു ബശർ. നമുക്കറിയാം അവർ പറയുന്നു ഇത് നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു മനുഷ്യനാണ് എന്ന്. ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അജമി വഹാദാ ലിസാനുൻ അറബിയ്യുൻ മുബീൻ. അവർ പറയുന്നത് വേറൊരു ഭാഷയിലുള്ള ഗ്രന്ഥത്തെക്കുറിച്ചാണ്, വേറെ ഭാഷയിൽ പഠിച്ചവർ നബിക്ക് പറഞ്ഞു കൊടുത്തതാണിത് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഈ ഖുർആനാകട്ടെ വ്യക്തമായ അറബി ഭാഷയിലുള്ളതാണ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ പ്രധാനപ്പെട്ട ഉസൂലുകളുണ്ട്, അതിന് തെളിവുകൾ ഈ ആയത്തുകളിലൊക്കെ ഉണ്ട്. കാരണം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ഭാഷയിൽ സംസാരിക്കും. അതുപോലെ ഖുർആനുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകമായ പാഠങ്ങളും ഇതിലുണ്ട്. നമ്മൾ മുമ്പ് ഹായിയുടെ വിശദീകരണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ വിശദീകരിച്ചിരുന്നു. എങ്കിലും നമ്മുടെ അഖീദ വിശ്വാസം അത് വീണ്ടും വീണ്ടും പഠിക്കേണ്ടതും ആവർത്തിച്ച് കേൾക്കേണ്ടതും ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടതുമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ കലാമുമായി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ, ചിലത് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് അള്ളാഹുവിൻ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിച്ചുകൊണ്ട് സംസാരിക്കും. പിന്നെയോ അള്ളാഹുവിൻ്റെ സംസാരം ആദ്യമേ ഉള്ളതാണ്. എന്നാൽ ആ പഴയത് മാത്രമല്ല, അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ വീണ്ടും വീണ്ടും സംസാരിക്കുകയും ചെയ്യും. പിന്നെയോ അള്ളാഹുവിൻ്റെ സംസാരം എന്നാൽ അത് ബിഹർഫിൻ വസൗത്തിൻ, അത് ആ സംസാരത്തിന് എന്തുണ്ട്? അക്ഷരമുണ്ട്, ശബ്ദമുണ്ട്. എന്തിനാണ് ഇത് പ്രത്യേകം പറയുന്നത്? ഹർഫും സൗത്തുമില്ല എന്നാണ് ശരിയാക്കേണ്ട വാദം. അതിന് ഹർഫുണ്ട്, അക്ഷരമുണ്ട് എന്ന് പറയാൻ പാടില്ല, ശബ്ദമുണ്ട് എന്ന് പറയാൻ പാടില്ല. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഖുർആനിലും സുന്നത്തിലും ഇതിന് തെളിവ് വന്നിട്ടില്ല എങ്കിൽ കൂടി ഹർഫും സൗത്തും ഇല്ലെങ്കിൽ എന്തില്ല? സംസാരമില്ല. ഹർഫും സൗത്തുമാണ് സംസാരം, അക്ഷരങ്ങളും ശബ്ദവുമാണ് സംസാരം. എന്നാലാകട്ടെ ഖുർആനിലും സുന്നത്തിലും ഇത് അങ്ങനെ തന്നെ വരികയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅ്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിരിക്കും. ഈ ഹദീസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? ജാബിർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഒരു മാസമോ അതിലധികമോ ഒട്ടകപ്പുറത്ത് യാത്ര പോവുകയാണ് ഷാമിലേക്ക്. മദീനയിൽ നിന്ന് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു യാത്ര പോകും. എന്തിനാണെന്നറിയോ? ഒരൊറ്റ ഹദീസ് കേൾക്കാൻ. ആ ഹദീസാകട്ടെ ജാബിറിന് അറിയാവുന്നതുമാണ്. പിന്നെ എന്തിനാണ് പോയത്? ഇത് നബിയിൽ നിന്ന് നേരിട്ട് കേട്ട ആളിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ, അഥവാ ഉലൂൽ ഇസ്നാദ്, അത് ഉയർന്ന സനദാണ്. മനസ്സിലായില്ലേ? ജാബിർ റളിയല്ലാഹു അൻഹു അങ്ങനെ മദീനയിൽ നിന്ന് പുറപ്പെടും. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിന് മുന്നിലെത്തും. എന്നിട്ട് പുറത്ത് വന്ന ആളോട് പറയും, പുറത്ത് ജാബിർ വന്നിട്ടുണ്ട് എന്ന് പറയുക. അപ്പോൾ ആളുള്ളിൽ ചെന്നിട്ട് പറയും ജാബിർ വന്നിട്ടുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് ചോദിച്ചു, ഇബ്നു അബ്ദില്ല, ജാബിർ ഇബ്നു അബ്ദില്ല ആണോ? അതേ എന്ന് പറഞ്ഞു. അദ്ദേഹം പുറത്തിറങ്ങി വന്നു, ആലിംഗനം ചെയ്തു. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ വന്നത് ഈ ഹദീസിനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയിൽ നിന്ന് താങ്കൾ കേട്ട ഈ ഹദീസ്. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുക ഈ ഹദീസ്.
അതായത് യഹ്ശുറുല്ലാഹുൽ ഇബാദ്, അള്ളാഹു പരലോകത്തെ അടിമകളെ ഒരുമിച്ച് കൂട്ടും. ഫയുനാദീഹിം ബിസൗത്തിൻ, എന്നിട്ട് അള്ളാഹു അവരെ വിളിക്കും. ബിസൗത്തിൻ, ശബ്ദത്തോടെ. ആ ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്താണ്? യസ്മഉഹു മൻ ബഅദ് കമാ യസ്മഉഹു മൻ ഖറബ്. അടുത്തുള്ളവൻ അതെങ്ങനെ കേൾക്കുന്നോ അതുപോലെ ദൂരെയുള്ളവൻ കേൾക്കും. ഏത് പടപ്പിനാണ് ഇങ്ങനെ ഒരു സംസാരമുള്ളത്? ഒരു പടപ്പിനുമില്ല. അതാണ് അള്ളാഹിൻ്റെ ഒരു സിഫത്തും പടപ്പിൻ്റേത് പോലെയല്ല. അള്ളാഹുവിന് ചില സിഫത്തുകൾ, അവൻ പറഞ്ഞ സിഫത്തുകൾ ഉണ്ടെന്ന് പറയാൻ പിഴച്ച കക്ഷികൾ മടിക്കാൻ കാരണം എന്താ? പടപ്പുകളെ പോലെ ആയിപ്പോകും എന്ന് പറഞ്ഞിട്ടാണ്. അല്ല, ഏത് പടപ്പിനാണ് ഇങ്ങനെ സംസാരമുള്ളത്? അടുത്തുള്ളവൻ ദൂരമുള്ളവൻ ഒരുപോലെ കേൾക്കുന്ന സംസാരം ഇല്ല, അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു പരലോകത്ത് പറയും, അനൽ മലികു അനദ്ദയ്യാൻ. ഇത് പറയും, ഞാനാണ് രാജാധിരാജൻ, ഞാനാണ് യഥാർത്ഥ രാജാവ്, ഞാനാണ് പടപ്പുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത്. ഈ ഹദീസിന് വേണ്ടിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു ഇത്രയും ദൂരം സഞ്ചരിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അള്ളാഹുവിൻ്റെ വഹിയാണ്. അതിന് അത്രയും വിലയുണ്ട്, അത് അത്രയും വിജ്ഞാനം നിറഞ്ഞതാണ്. അപ്പോൾ ഈ അഖീദയിൽ എത്ര വലിയ പാഠമാണ് ഈ ഹദീസിലുള്ളത്. അപ്പോൾ നോക്കൂ, അള്ളാഹുവിൻ്റെ സംസാരം അത് ശബ്ദത്തോടെ ഉള്ളതാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. പിന്നെ ഹർഫോടെ, അക്ഷരത്തോടെ ഉള്ളതാണ്. ഒരുപാട് തെളിവുകൾ അതിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ത്? ആരെങ്കിലും ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു കദാ വകദാ ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ. ഖുർആനിൽ ഒരു അക്ഷരം ഓതിയാൽ ഒരാൾക്ക് ഇത്ര നന്മകളുണ്ട്. ഒരു നന്മ 10 ഇരട്ടിയാണ്. ഞാൻ പറയില്ല അലിഫ് ലാം മീം ഒരു ഹർഫാണ്, മറിച്ച് അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇത് നോക്കൂ, അള്ളാഹുവിൻ്റെ സംസാരത്തെക്കുറിച്ച് നമ്മുടെ വിശ്വാസം ഇതാണ് എങ്കിൽ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നതിൽ, അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട്. എന്താണ് ഖുർആനെ കുറിച്ച് നമ്മുടെ വിശ്വാസം? കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. മുനസ്സലുൻ, അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ്. ഗൈറു മഖ്ലൂഖിൻ, സൃഷ്ടിയല്ല. മിൻഹു ബദ, അവനിൽ നിന്നാണിത് വന്നത്. വ ഇലൈഹി യഊദ്, അവനിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. എന്താണ് അവനിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ, പരലോകത്തോട് അന്ത്യനാളിനോടടുത്താൽ ഖുർആൻ അള്ളാഹു ഉയർത്തിക്കളയും ഒറ്റ രാത്രി കൊണ്ട്. അന്ന് ഒരാളുടെ ഖൽബിലും ഖുർആനിൽ നിന്നൊരക്ഷരം ഉണ്ടാവുകയില്ല. മുസ്ഹഫിൽ എവിടെയും ഖുർആനിൽ ഒരു അക്ഷരം ഉണ്ടാവുകയില്ല, എല്ലാം കാലിയായിരിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ കാലത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ഉൾപ്പെടുന്നതിൽ നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം അത് അങ്ങേയറ്റം മോശമായ കാലമായിരിക്കും. ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാത്ത, ഖുർആൻ ആലോചിക്കാത്ത കാലത്ത് അള്ളാഹു ഖുർആൻ ഇവിടെ നിലനിർത്തുകയില്ല, അള്ളാഹു ഉയർത്തും. കാരണം ഇത് അസീസായ കിതാബാണ്, പ്രതാപമുള്ള കിതാബാണ്. ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ ഇത് ഉണ്ടാവുകയില്ല. സലഫുകളിൽ ചിലർ പറയുകയുണ്ടായി, ഇത് ഉയർത്തപ്പെടുന്നതിന് മുമ്പ് നീ പഠിച്ചോളൂ, ഈ വിജ്ഞാനം ഉയർത്തപ്പെടുന്നതിന് മുമ്പ് പഠിച്ചോളൂ എന്ന്. ഇപ്പോൾ നോക്കൂ, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അത് ഓതിയാലും കേട്ടാലും മനഃപ്പാഠമാക്കിയാലും അത് എഴുതിയാലുമെല്ലാം. ഇനി നോക്കുക, ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന വിശ്വാസം ഇത് സലഫുകളുടെ ഇജ്മാഅൻ, സലഫുകളുടെ ഇജ്മാഅൻ. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞവൻ കാഫിറാണ് എന്നതിന് ഇമാം ലാലക്കായി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബിൽ 500 പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിച്ചത് കാണാം. 500 ഉലമാക്കളിൽ നിന്ന് 10 നാടുകളിലെ 50 പണ്ഡിതന്മാർ വീതം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിലും അധികമുണ്ട്, ഇപ്പം ഞാൻ ഇത്ര ഉദ്ധരിച്ചു എന്ന് മാത്രം. എന്താണ് ഇജ്മാ? മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്മാ, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞവൻ കാഫിറാണ് എന്നതാണ്. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞോ അവൻ കാഫിറാകുന്നു. ഇതാദ്യം പറഞ്ഞത് ജഅദ് ഇബ്നു ദിർഹം എന്നു പേരുള്ളവനാണ്. പിന്നീട് അവനിൽ നിന്ന് ജഹ്മ് ഇബ്നു സഫ്വാൻ ഇത് സ്വീകരിക്കുകയുണ്ടായി. ഇത് നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ടൊരു ഫിത്ന മുസ്ലിം ലോകത്ത് ഉടലെടുത്തു. അതായത് മഅ്ബൂൻ എന്നു പേരുള്ള ഒരു ഭരണാധികാരി,
ഹാറൂൺ റഷീദ് എന്ന വളരെ പ്രസിദ്ധനായ ഖലീഫ ഉണ്ടായിരുന്നു അബ്ബാസി ഖലീഫുകളുടെ കൂട്ടത്തിൽ. അബ്ബാസികൾ എന്ന് ബനുൽ അബ്ബാസ് എന്നത് ഇസ്ലാമിക സാമ്രാജ്യം ഒരുപാട് കാലം ഭരിച്ച ഒരു ഭരണകൂടമാണ്. ഖിലാഫത്തുർ റാഷിദ 4 ഖലീഫമാരുടെ കാലം വന്നു. പിന്നീട് കുറച്ചു കാലം അലി റളിയല്ലാഹുവിൻ്റെ മകൻ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. പിന്നീട് ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം ഒഴിഞ്ഞു കൊടുത്തു. ആ വർഷം ആമുൽ ജമാഅ എന്നാണ് അറിയപ്പെടുന്നത്. അതാ മുസ്ലിമീങ്ങളുടെ യോജിപ്പിൻ്റെ വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെ കുറിച്ച് പറയുകയുണ്ടായിട്ടുണ്ട്, ഇന്ന ഇബ്നി ഹാദ സയ്യിദ്, എൻ്റെ ഈ മകൻ സയ്യിദാണ്, നേതാവാണ്. വസയുസ്ലിഹുല്ലാഹു ബിഹി ബൈന ഫിഅതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ, അള്ളാഹു എൻ്റെ ഈ മകനെ കൊണ്ട് മുസ്ലിമീങ്ങളിൽ 2 വലിയ സംഘത്തെ യോജിപ്പിക്കും. ഹസൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഭരണം ഒഴിഞ്ഞു കൊടുത്തു. അങ്ങനെ മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ 19 വർഷത്തിലധികം മുസ്ലിം ഉമ്മത്തിൻ്റെ ഭരണാധികാരിയായി ഏറ്റവും നല്ല ഭരണം നടത്തുകയുണ്ടായി. അതിനുശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ യസീദ് ഇബ്നു മുആവിയ ഭരണാധികാരിയായി. അദ്ദേഹത്തിന് ശേഷം വളരെ കുറഞ്ഞ കാലം മുആവിയ എന്നു പേരുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. സഹാബിയ മുആവിയ അല്ല, യസീദിൻ്റെ മകൻ മുആവിയത്ത് ഇബ്നു യസീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ കുറഞ്ഞ കാലം മാത്രമേ അദ്ദേഹം ഭരണാധികാരിയായിട്ടുള്ളൂ എന്നാണ്. അദ്ദേഹം രോഗബാധിതനായി എന്നിട്ട് മരണപ്പെട്ടു. അപ്പം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ചില ആളുകൾ പറഞ്ഞു എന്നാണ്, നിങ്ങൾ വസിയത്ത് പറഞ്ഞാൽ, അതായത് അടുത്ത ഭരണാധികാരി ആരായിരിക്കണം, മകനെ നിശ്ചയിക്കാനാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇന്ന ആൾ നിശ്ചയിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ് ചരിത്രത്തിൽ കാണാം, ഞാൻ ഈ ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ സുഖം ഒന്നും അനുഭവിച്ചിട്ടില്ല, കാരണം വളരെ കുറഞ്ഞ കാലം എനിക്ക് രോഗം ബാധിച്ചായത മരണശൈലിയിലാണ്. ഇനി വേറൊരാൾക്ക് ഇത് ഏൽപ്പിച്ചു കൊടുത്ത കുറ്റം ഞാൻ ഏതായാലും ഏൽക്കാനില്ല. മനസ്സിലായില്ലേ? ഇതിന് അർഹതയില്ലാത്ത ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത കുറ്റം ഞാൻ എന്തിനാണ് ഏൽക്കുന്നത്, ഇതിൻ്റെ സുഖം ഏതായാലും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അദ്ദേഹത്തിന് ശേഷം താബിഈയായ മർവാൻ ബിൻ ഹകം റഹിമഹുല്ലാഹ് ഭരണാധികാരിയായി. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ബനു ഉമയ്യ ഗോത്രക്കാരനാണ്. പിന്നീട് ഏതാണ്ട് 90 വർഷക്കാലം മുസ്ലിം ഉമ്മത്തിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുത്തത് ഈ കുടുംബമാണ്, മുആവിയ റളിയല്ലാഹു അൻഹു കുടുംബമാണ്, ബനു ഉമയ്യയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ യസീദ്, പിന്നീട് മുആവിയത്ത് ബിൻ യസീദ്, പിന്നീട് മുആവിയയുടെ മകനല്ല, പക്ഷേ ബനു ഉമയ്യ ഗോത്രക്കാരൻ തന്നെയായ മർവാൻ ബിൻ ഹകം, പിന്നെ അബ്ദുൽ മലിക് ബിൻ മർവാൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ വലീദ് ബിൻ അബ്ദുൽ മലിക്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ്, 2ാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് ബനു ഉമയ്യ ഗോത്രക്കാരനാണ്, മുആവിയ റളിയല്ലാഹു അൻഹു കുടുംബക്കാരനാണ്. അങ്ങനെ 90 വർഷക്കാലം ഏതാണ്ട് ബനു ഉമയ്യ ഭരണം നടത്തി. അവരുടെ തലസ്ഥാനം ഷാമായിരുന്നു, ദിമഷ്കിലായിരുന്നു അവരുടെ തലസ്ഥാനം. മുആവിയ റളിയല്ലാഹു അൻഹു അവിടുത്തെ അമീറായിരുന്നല്ലോ, ഷാമിൻ്റെ അമീറായിരുന്നു മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ. അവരുടെ തലസ്ഥാനം അവിടെയായിരുന്നു. പിന്നീട് ഈ ബനു ഉമയ്യ ഭരണം അട്ടിമറിച്ചുകൊണ്ട് ബനുൽ അബ്ബാസ് എന്ന കുടുംബം, അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ കുടുംബ പരമ്പരയാണ്, അവർ ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്തു. ധാരാളം നൂറ്റാണ്ടുകൾ അവർ ഭരണം നടത്തി. അബുൽ അബ്ബാസ്, അതുപോലെ മൻസൂർ, ഹാദി, മഹ്ദി തുടങ്ങിയ ഭരണാധികാരികൾ അവരിലുണ്ടായിരുന്നു. അവരിൽപ്പെട്ട ഭരണാധികാരിയാണ് ഹാറൂൺ റഷീദ്. അവർ ഏറ്റവും പ്രസിദ്ധനാണെന്ന് പറയാം ഹാറൂൺ റഷീദ്. ഈ ഖലീഫ വരെ മുസ്ലിം ഉമ്മത്തിലെ ഖലീഫമാരെല്ലാം അഹ്ലുസുന്നത്തിൻ്റെ വഴിയിലായിരുന്നു. അവരെല്ലാം അഹ്ലുസുന്നത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണ്. ഭരണാധികാരികൾ എന്ന നിലക്ക് ഉണ്ടാകാവുന്ന പാളിച്ചകൾ ഈ വന്ന ഭരണാധികാരികൾ, അതായത് സഹാബികളല്ലാത്ത ആളുകൾ എന്ന നിലക്കുണ്ടാകുന്ന പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികമാണല്ലോ. പക്ഷെ അവരെല്ലാം മൊത്തത്തിൽ അഹ്ലുസുന്നത്തിൻ്റെ ആളുകളാണ്. അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസത്തിൽ നയിച്ച പിഴച്ച വാദങ്ങളൊന്നും ഈ ഉമ്മത്തിലേക്ക് ആ നിലക്ക് കൊണ്ടുവരാത്ത ആളുകളാണ്. ചില പിഴവുകൾ അവർക്കുണ്ടായിരുന്നു എന്നത് ശരിയാണ്. നിസ്കാരത്തിൻ്റെ സമയം ദീർഘിപ്പിക്കുക പോലെയുള്ള പ്രശ്നങ്ങൾ അവരിലെ ചില ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നു. അവിടെ പോലും സഹാബത്ത് റളിയല്ലാഹു അൻഹും ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ എതിർത്തിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ ശ്രദ്ധിക്കണം, അനസ് റളിയല്ലാഹു അൻഹു സഹാബിമാർ, അവർ ഹജ്ജാജിൻ്റെ കാലത്ത് നിസ്കാരം അവർ വൈകിപ്പിക്കും. ജുമാ നിസ്കരിക്കുക അസറിനോട് അടുപ്പിച്ചിട്ടാണ്. അതുപോലെ ളുഹർ നിസ്കാരം അവരെന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് സമയത്ത് നിസ്കരിക്കും. സഹാബിമാരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. എന്നിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഈ ഭരണാധികാരിയുടെ കൂടെ വൈകിയ ആ ജമാഅത്തിൽ ഒന്നുകൂടി പങ്കെടുക്കും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കി, നിസ്കാരം വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. ഹജ്ജാജിനെ പോലെയുള്ള അമീർമാർ, അവിടെ പോലും സഹാബത്ത് റളിയല്ലാഹു അൻഹും കുഴപ്പത്തിന് ആളുകളെ പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല.
അവർ സുൽത്താൻ്റെ ഉലമാക്കളായതുകൊണ്ടല്ല, അവർ ഭീരുക്കളായതുകൊണ്ടല്ല, അത് ദീനാണ് എന്നതുകൊണ്ടാണ്. അതാണ് ദീൻ എന്നതുകൊണ്ടാണ് ഒരു കുഴപ്പത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ച്. കാരണം അതുകൊണ്ട് വലിയ മുസീബത്താണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞു വന്നത്, ഹാറൂൺ റഷീദിൻ്റെ മക്കളിൽ ഒരാൾ അമീൻ എന്ന മകനുണ്ടായിരുന്നു, മഅമൂൻ എന്ന മകനുണ്ട്. ഈ മഅമൂനാണ് ഖുർആനിൻ്റെ ഖുർആൻ സൃഷ്ടിയാണ് എന്ന ഫിത്ന, ആ വാദം അയാളെ പിടികൂടുകയുണ്ടായി. അതിൻ്റെ പേര് ഇമാം അഹമ്മദിനെ പോലെയുള്ള പണ്ഡിതന്മാരെ പീഡിപ്പിച്ചു. പിന്നീട് മഅമൂനിൻ്റെ മകൻ മുഅ്തസിം, മഅമൂൻ്റെ സഹോദരൻ മുഅ്തസിം, അതുപോലെ മുഅ്തസിമിൻ്റെ മകൻ വാസിഖ് തുടങ്ങിയവരെല്ലാം ഇതേ വാദഗതി, ഈ പഴച്ച ചിന്താഗതി വെച്ചു പുലർത്തി. ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയാണെന്ന് പറയണം, അല്ലെങ്കിൽ കൊല്ലും. അതുപോലെ ഇമാമത്ത്, ഖദാ, സ്ഥാനമാനം ഇതിൽ നിന്നൊക്കെ പിടിച്ച് പുറത്താക്കും. എല്ലാവരും ഈ വാദം സ്വീകരിച്ചു കൊള്ളണം. ഇങ്ങനെ സുബ്ഹാനല്ലാഹ് കടുത്ത ഫിത്നയുടെ കാലമായിരുന്നു. ആ കാലത്ത് ഹക്കിൽ ഉറച്ചു നിൽക്കുകയും ഈ ഉമ്മത്തിനെ ആ ഹക്കിൽ എക്കാളും ഉറച്ചു നിൽക്കുന്ന രൂപത്തിൽ നിൽക്കാൻ വേണ്ടി തുല്യതയില്ലാത്ത ത്യാഗം സഹിക്കുകയും ചെയ്ത പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരിൽ അവരുടെ നേതാവ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹമാണ്. ഇതുമായി ബന്ധപ്പെട്ട കഥകൾ, 5 പണ്ഡിതന്മാരുടെ കഥകളൊക്കെ ഞാൻ മുമ്പ് ഹൈയുടെ വിശദീകരണത്തിൽ പറഞ്ഞു. നിങ്ങൾ സാധിക്കുമെങ്കിൽ അത് ഒന്നുകൂടി കേൾക്കുക, ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. 5 പണ്ഡിതന്മാരുടെ ത്യാഗത്തിൻ്റെ കഥകൾ, അവരെ ഈ പറഞ്ഞ ഖലീഫമാരിൽ ചിലർ കൊന്നുകളഞ്ഞ കഥകൾ, 1000 ഇന്നത്തെ ഏതാണ്ട് 1000 കിലോമീറ്ററുകളോളം ഇമാം അഹ്മദിനെ ചങ്ങലയിലിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരെയും മുഹമ്മദ് ബിൻ നൂഹ് റഹിമഹുല്ലാ അദ്ദേഹത്തെയും 1000 കിലോമീറ്ററുകൾ ഇമാം അഹ്മദിൻ്റെ കൂടെ മുഖാമുഖം ഇരുത്തി, ഒട്ടകപ്പുറത്തിരുത്തി കൊണ്ടുപോയത്, ബഗ്ദാദിൽ നിന്ന് തൊർത്തൂസിലേക്ക് കൊണ്ടുപോയ കഥ ഇതൊക്കെ ഞാൻ മുമ്പ് വിശദീകരിച്ചിരുന്നു. ഇനി ആവർത്തിക്കുന്നത്, നിങ്ങൾ അതൊന്നുകൂടി കേൾക്കണം എന്ന് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. കാരണം ആ കഥ നമ്മൾ അറിയേണ്ടതാണ്, കേട്ടിട്ടില്ലാത്തവർ കേൾക്കേണ്ടതാണ്. ഹൈയുടെ ദർശനം കഥ ഇൻഷാ അല്ലാഹ് കേൾക്കാൻ സാധിക്കും. ഇതാണ് ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം, ഇതേക്കുറിച്ച് ചുരുക്കത്തിൽ പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അഹ്ലു സുന്നത്തിൻ്റെ യഥാർത്ഥ വിശ്വാസത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.